സാർ, അപ്പഴേ 5 മണിക്ക് എവിടെയോ മുതലാളി പോകാന്ന് പറഞ്ഞിട്ടല്ലോ, പോകുന്നില്ലേ? എന്തിന്? ഇവനോടൊക്കെ ആരും സംസാരിക്കാൻ ആവശ്യമില്ലാതെ. ഞാൻ എടുത്തുതരാം. വെറുതെ കുനിഞ്ഞ് നടുവടിക്കണ്ട. നീനെന്താ നമ്മുടെ ആ വീട്ടിൽ പുതിയ എസ് ഐ താമസിക്കുന്നുണ്ടോ? വന്നു 65-75 ഒന്നും അല്ല, മാർക്ക് 5 അല്ലല്ല, കോൺഗ്രസ്. അല്ല, മൈലേജ് കിട്ടും. ആരെ മിസ്റ്റർ പ്രതാപനോ? എന്താ വിശേഷം? ആ രാഘവനുണ്ടല്ലോ, അവനെ നമുക്കിനി വേണ്ട. അവനെ പിണക്കി വിടുന്നത് ശരിയല്ല. ഞാൻ എല്ലാ ഏർപ്പാടുകളും ചെയ്തിരുന്നതാണ്. അവൻ എന്നെ പരസ്യമായി അപമാനിച്ചിരിക്കുകയാണ്. ശരി, ഞാൻ നോക്കട്ടെ. എന്താ രാഘവ, നിനക്ക് പൈസ വല്ലതും വേണോ? നാളെ ഓഫീസിൽ വന്നേക്ക്. താക്കോലിതാ, ഞാൻ പോകുന്നു. നിനക്ക് വേറെ ജോലി കിട്ടിയോ? ഇല്ല. പിന്നെ ഈ ജോലി എനിക്ക് വേണ്ട. എന്താ കാരണം? എന്തിനാ മുതലാളി ഒന്നും അറിയാത്ത പോലെ ഭാവിക്കുന്നത്? എന്തുണ്ടായെന്ന് പറയാതെ ഞാൻ എന്നെ ജോലിക്ക് വെച്ചത് മുതലാളിയാണ്. പ്രതാപൻ സാർ പറയുന്ന പെണ്ണുങ്ങളെയൊക്കെ വാനിക്കയറ്റി എത്തിക്കാൻ എനിക്ക് നമ്മുടെ ബിസിനസിന്റെ ഒരു ഭാഗം എന്ന നിലയിൽ എനിക്ക് സാധ്യമല്ല. എടാ, നിന്റെ പെങ്ങളല്ല, നിങ്ങളുടെ മകളുമല്ല. പിന്നെ നിനക്കെന്താ? പ്രതാപൻ സാർ പറയുന്നവർ ആരുടെയെങ്കിലും മകളും പെങ്ങളും ആയിരിക്കും. ഇതിന് ഞാനില്ല. നീ ശരിക്കും ആലോചിച്ചാണോ ഈ തീരുമാനമെടുത്തത്? അതെ. നീ കളിക്കുന്നത് കൈമളിനോടാണ്. സൂക്ഷിച്ചു വേണം. എന്നെ നിനക്ക് ശരിക്കും അറിയില്ല. കൈമളിന്റെ കണക്കുകൾ ഇന്നേ വരെ പഴച്ചിട്ടില്ല. കടല വിറ്റ് നടന്നിരുന്ന കടല കൈമളെ എനിക്കറിയാം. വളയം പിടിച്ചു നടന്നിരുന്ന കൈമളെ എനിക്കറിയാം. പെട്ടെന്ന് കോടീശ്വരനായ കണക്കുകൾ പിഴയ്ക്കാത്ത കൈമൾ മുതലാളിയെയും എനിക്കറിയാം. ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുന്നതാണല്ലോ ഗിന്നസ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. ഞാനെന്താ എന്റെ തടി ഇതാക്കുന്നത് വെറുതെ ഒരാവശ്യമില്ലാതെ? അവനെ പോലെയുള്ളവരൊക്കെ ഒരു പാഠം പഠിക്കണം. മുതലാളി എന്ന് പറഞ്ഞാൽ ആരാ? അവന്റെയൊക്കെ വിചാരം എന്താ? മുതലാളിയെ അനുസരിക്കുന്നവരായിരിക്കണം തൊഴിലാളി. ഇതുപോലെ മുതലാളിമാരില്ലെങ്കിൽ ഇവരൊക്കെ എങ്ങനെ ജീവിക്കുന്ന വിചാരിക്കുന്നത്? അതേ മുതലാളി. മുതലാളി ഇല്ലെങ്കിൽ തൊഴിലാളിയില്ല. അതൊക്കെ ഈ പരീക്ഷകൾക്ക് മനസ്സിലാവണം. നമ്മളിപ്പോ മനസ്സിലാക്കി കൊടുത്തില്ലേ? എല്ലാവന്മാർക്കും ഏതൊരു പാഠമായിരിക്കട്ടെ. എന്താണെന്ന് പറയുന്നത്? സാറേ, ആ കൈമൾ മോലയുടെ ഗുണ്ടകളുണ്ടല്ലോ, ആ കൂട്ടത്തില് എന്റെ ഒരു ചേട്ടനുണ്ട്. കണ്ട എന്റെ കൂട്ട് മൂക്കൊക്കെ നീണ്ടിരിക്കുക. അയാളെ കൊണ്ട് നാട്ടിന് വീട്ടിൽ വലിയ ശല്യമാണ് സാറേ. അതിന് സാറേ, എങ്ങനെങ്കിലും ഈ നാട്ടിന് അയാളൊന്ന് ഓടിച്ചു തരണം. അത്രേ ഉള്ളു. അത് ഞാനേറ്റ്. നീ ഒരു ചായ എടുത്തുണ്ടോ? ചായ. ആ പേപ്പർ കൂടെ. പത്രം.
നീ വെളിയിലേക്ക് പോകുമ്പോ ആ കടവ ശരിക്ക് പൂട്ടണം. ഓ, ഗോപാലകൃഷ്ണൻ പൂട്ടിക്കഴിഞ്ഞാ പിന്നെ ആര് പൂട്ടാനാ സാറേ? അല്ല, തുറക്കാനാ സാറേ. അല്ല സാറേ, ഈ പോലീസ് ഓഫീസർമാരുടെയും ജഡ്ജിമാരുടെയും ഒക്കെ വീട്ടിൽ നിന്ന് മോട്ടിക്കുന്നത് ആ കള്ളന്മാർക്ക് ഒരു ഡ്രില്ല്. സാർ, ആ ശ്രീകുമാർ, അത്രയ്ക്ക് വലിയൊരു വീട് എനിക്ക് വേണ്ടിയിരുന്നില്ല. വേറെ ഒരു ചെറിയ വീട് ഇവിടെ അടുത്തും കിട്ടില്ല. ഇവിടെ വരുന്ന എല്ലാ എസ് ഐമാരും കൈമളുമാരുടെ ആ വീട്ടിലാ താമസിക്കുന്നത്. സാർ, ആ പോലെ തരാൻ സാർ ഇടിച്ചത്. ആ സൈക്കിളുകാരൻ തട്ടിയിട്ടിട്ട് കടന്നു കളയാന്ന് കരുതിയല്ലേ? അയ്യോ പാവം, ഞാൻ കണ്ടില്ല. അയാൾ മരിച്ചുപോയി. സ്റ്റേഷനിലേക്ക് വരണം. എന്നെ മനസ്സിലായില്ലേ? ഞാൻ കൈമൾ മുതലാളിയുടെ മോളാ. ഏത് പപ്പട മുതലാളിയുടെ മോളായാലും ശരി, മര്യാദയ്ക്ക് കാർ ഓടിച്ചോളൂ. ഓഹോ, അങ്ങനെയാണോ? പെണ്ണായ കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. അതാണ് ഭാരത സ്ത്രീകൾക്ക് ഭൂഷണം. ഡാഡി, 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 എന്താ മോളെ? ഡാഡി, എന്ത് പറ്റി മോളെ? ആ എസ് ഒരു അഹങ്കാരിയാ. ഒരു സൈക്കിളുകാരന്റെ ദേഹത്ത് എന്നെ കാറൊന്ന് മുട്ടി. അതിനയാൾ ചത്തുപോയെന്നും പറഞ്ഞ് എന്നെ വണ്ടി തടഞ്ഞിട്ടു. ഓഹോ, അത്രേ ഉള്ളൂ. ആട്ടെ, മോളെങ്ങനെയാ വണ്ടി ഓടിച്ചത്? ഞാൻ പതുക്കെ വെച്ചാ വണ്ടി ഓടിച്ചത്. എത്ര കിലോമീറ്റർ? 80 കിലോമീറ്റർ. ഞാൻ എപ്പോഴും 80 കിലോമീറ്ററിലല്ലേ ഡാഡി ഓടിക്കുന്നത്? വളരെ പതുക്കെ. അതെ അതെ, വളരെ പതുക്കെ. ഡെഡ് സ്ലോ. മിസ്റ്റർ രമേശില്ലേ ഇവിടെ? ഉണ്ടല്ലോ. ആ, വിളിക്കാം. എന്തോ? വിളിക്കാൻ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ആ, എന്റെ മകളാ രേഖ. നമസ്കാരം. ആ, ഇരിക്കൂ. ഒരു കുസൃതിയാ. ഡ്രൈവർ ഉണ്ടെങ്കിലും അവള് തനിയെ ഡ്രൈവ് ചെയ്യുള്ളൂ. ആ, ഞാൻ റോഡിൽ വെച്ച് കാണാറുണ്ട്. വളരെ സ്ലോയിലാ ഓടിക്കുന്നത്. താങ്ക് യു. ആ, എനിക്ക് ഊട്ടി വരെ ഒന്ന് പോകണം. ഇവരുടെ പ്രിൻസിപ്പലിനെ ഒന്ന് കാണണം. ആ, പിന്നെ ഇവിടെ അസൗകര്യമൊന്നുമില്ല. നോ നോ, ഐ എം ക്വൈറ്റ് കംഫർട്ടബിൾ ഹിയർ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് ഫോൺ ചെയ്താൽ മതി. അങ്ങനെ പറയത്തക്ക ആവശ്യങ്ങളൊന്നും എനിക്കുണ്ടാവാറില്ല. ആ, എന്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് ഇറങ്ങൂ. അല്ല, ഒഴിവുള്ളപ്പോ മതി. ഓക്കെ, അപ്പോ ശരി. അയ്യോ, അവരൊക്കെ പോയോ? ഇനി ഇതിപ്പോ എന്താ ചെയ്യാനാ? ഒന്ന് പോരാ അവിടുന്ന്. നിന്നോട് ആരും കൊടുത്തരാ ചായ ഉണ്ടാക്കാൻ? എന്തായാലും നീ ഉണ്ടാക്കി പോയില്ലേ, ഒന്ന് ഞാൻ കുടിക്കാം. ആ, ഒന്ന് നീയും കുടിച്ചു. നമുക്ക് കുടിക്കാം. ഞാൻ എന്താ നീലാണ്ടായത്? ഇന്ന് കുറച്ച് ഓവറാണല്ലോ. എന്തോന്നാ വലിച്ചു വിഴുങ്ങിയേക്കുന്നത്? ആരോടും പറയണ്ട, സ്വല്പം വെട്ടിരുമ്പോ. എങ്ങോട്ടാ ഇത് അടിച്ചോണ്ട് പോകുന്നത്? ഞാനേ ഭക്തരാമായണം കാണാൻ പോവാ. ഓഹോ, ഇവനെ ഒറ്റകത്ത് കിടന്നാല് ഭക്തിയുടെ ഒരു പരിപൂർണത. നീ അല്ലാതെ ആരെങ്കിലും പുരാണ പടത്തിനൊക്കെ പോകും? അല്ല, ഞാനേ ഇപ്പൊ കൈമളുടെ കൂടെ ആണെങ്കിലും ഭക്തിയുടെ കാര്യത്തില് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ. എന്നാലേ ഞാൻ അങ്ങനല്ല.
അപ്പൊ ഞാൻ എന്താ പറയുക പടത്തിന്റെ ഒരു മറന്നുപോയി ഭക്ത ബ്ലൂ എന്തോ ആ പടം കൊടുത്തു ഒരു ചെറിയ അബദ്ധമാണ് നീ കാണിച്ചത്, അതും നമ്മുടെ തിയേറ്ററിൽ വെച്ച്. അയാൾ എസ് ഐ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സർ. ഏതായാലും ഫിലിം അയാളുടെ കയ്യിൽ കിട്ടിയില്ലല്ലോ. അവൻ അത്ര പെട്ടെന്ന് മെരുങ്ങുന്ന ജാതി അല്ലെന്ന് തോന്നുന്നു. ട്രെയിനിങ് കഴിഞ്ഞ് വരുന്ന വഴിയല്ലേ, ലോകം മുഴുവൻ ചൊൽപ്പടിക്ക് നിൽക്കുമെന്ന് കരുതും. അവൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് കാണട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഇരിക്കണോ സർ? എനിക്ക് മിസ്റ്റർ കൈമൾ ഒന്ന് കാണണം. ഇന്ന് വലിയ ഗൗരവത്തിലാണല്ലോ. എന്താ, വല്ല അറസ്റ്റ് വാറന്റ്? കൈമൾ ഒന്ന് വിളിച്ചാൽ കൊള്ളാം. ഏഴ് മോർണിംഗിൽ തന്നെ ഡ്യൂട്ടിക്ക് തയ്യാറാകുന്ന എസ് ഐമാർ ഈ നാടിന്റെ സമ്പത്ത് തന്നെ. സ്റ്റോപ്പ് യുവർ ജോബ്സ്. ധൃതി വയ്ക്കാതെ സാറേ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ രമേശ്. മോർണിംഗ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളുടെ വീടിന്റെ താക്കോൽ. ഒരു മാസത്തെ വാടകയുണ്ട്. ഞാൻ ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം. ഓ, ഞങ്ങളുടെ വീട് തീരെ ചെറുതായി പോയിരിക്കും. നിങ്ങൾ വലിയ ഇൻസ്പെക്ടർ അല്ലേ? ഒരു പോക്കണ്ടില്ലേ, നോക്കി കയറ്റിക്കളെ. ആഹാ, അതുമല്ല. എസ് ഐ സാർ വീട് മാറിപ്പോയതിന് മുതലാളി എന്തിനാ നമ്മളോട് ദേഷ്യപ്പെടുന്നേ? അവൾ ഇനി എണീറ്റില്ലേ? എന്റെ ഗുരുവായൂരപ്പ, മണി 7. ഈ ആരും കെട്ടവൾ ഇനി എണീക്കാറായില്ലേ? മറ്റൊരു വീഡിയോ പൊറുക്കേണ്ടവളാ. അവളെ ഞാൻ ഇന്ന് വേണ്ടമ്മേ. അവൾ കുഞ്ഞില്ലേ, ഉറങ്ങിക്കോട്ടെ. കുഞ്ഞ് വടി വെച്ച് താരാട്ട് പാട്. ഞാൻ പോയിട്ട് വരാം. ശരി അമ്മേ. പിന്നെ അമ്മേ, റാണിക്കൊരു സാരി വേണമെന്ന് അവൾ എത്രയായി പറയുന്നു. ഒന്നും വാങ്ങിക്കൊടുക്കമ്മേ. മോളെ, അവൾക്ക് എത്ര വേണമെങ്കിലും ഉണ്ടല്ലോ. നിനക്കൊന്നും വേണമെന്ന് ചോദിച്ചില്ലല്ലോ. നീ ഇത് മാത്രമല്ല ഉപയോഗിക്കുന്നത്. എനിക്ക് എന്തിനാമ്മേ അതൊക്കെ? എനിക്കിത് മതി. ദൈവമേ, ഞാൻ ഇത്ര ഭാവിയായി പോയല്ലോ. അവളെ വിളിച്ചെണീപ്പിക്ക്. ഞാൻ പോട്ടെ മോളെ. ശരി അമ്മേ. എന്റെ പൊന്നാശാനെ, അതൊന്ന് കാണണേ. ഓർക്കുമ്പോ കുളിര് പോയിട്ടുണ്ട്. കുളിരങ്ങ് കോരിയിടുകയല്ലേ. ഒരു കാര്യം ചെയ്യ്, ഒരു ബീഡി.
നിന്റെ കുളിർ അല്പം കുറയട്ടെ. ഞാൻ അതല്ലെന്ന് പറഞ്ഞത്, ഞാൻ സിനിമയിൽ ബ്ലൂവിന്റെ കാര്യം പറഞ്ഞത്. ഓ ഓ അത് ശരി. ബീഡിയാ ബീഡി. ഓ എന്റെ റാണിയെ ഒന്ന് കല്യാണം കഴിച്ച് കിട്ടിയാലേ. വരുന്നുണ്ട്. യോ 100 ആയുസാളേ. ആർക്ക്? എനിക്കോ? അല്ല നിനക്ക് കൊണ്ടോ? അല്ല നീ എവിടെ പോണെന്ന് പറഞ്ഞു? ഇനി പോലെ അത് പോയിക്കോ. എങ്ങോട്ട്? ഇപ്പൊ പറയില്ല പോണെന്ന് പോലെ. ഞാൻ കുറച്ച് കഴിഞ്ഞേ പോകുന്നുള്ളൂ. എന്ത് പോയിക്കോ രാശാല്, ഒന്ന് പോ. നടത്തിക്കോ. ഞാൻ പോയേക്കാം. അല്ല നീ എന്താ അങ്ങോട്ട് പോകുന്നു? എന്റെ വണ്ടി അവിടെ കിടക്കുന്നു. വണ്ടി അവിടെ കിടക്കട്ടെ, ഞാൻ നോക്കിക്കോളാം. അവിടെ കിടക്കട്ടെ. അതിന് തന്നെ വഴിയുണ്ടോ? എനിക്ക് ഇത്തിരി പോലും വണ്ടി എടുത്തൂടെ? ഏത് വഴിക്ക്? നീ വഴിക്ക്. എന്താടാ ഒന്ന് പോ. കൊച്ചു കള്ളൻ. അപ്പൊ ഓക്കെ കാണാ. റാണി തുന്നന് പഠിക്കാൻ പോവാണല്ലേ? ഞാൻ ഓർത്തോണ്ട് വരികയായിരുന്നു. എന്തൊരു ധൃതിയാണത്. ഒന്ന് പതുക്കെ പോകുന്നേ. അയ്യോ അമ്മ എങ്ങനെ പറഞ്ഞ കൊന്നുകളെ. ഞാൻ പോട്ടെ. ഓ എന്റെ പൊന്നും മോളെ, നിന്നോട് സൗകര്യമായിട്ടൊന്ന് സംസാരിക്കാന്ന് വിചാരിച്ചോ. പടച്ച അമ്പുരാനെ, പട്ടിയായി ജനിച്ചാ മതിയായിരുന്നു. ഒപ്പരങ്ങനെ നടക്കുകയായിരുന്നു. ആർക്കൊരു സംശയം ഉണ്ടാവില്ല. ഇതിന് അടി പിടിച്ചു പോവോ? ഇതെന്ത് പറയുമ്പോ ഇവനെ അങ്ങോട്ട് പോയതല്ലേ, പിന്നെ ഇവിടെ എത്തി? പണ്ടാറക്കാലം ഇത് മുഴുവൻ കണ്ടുണ്ടാവൂ. രഘു, എന്താണത്? മടിയായോ? എന്തേ രഘു? എന്റെ പൊന്നു മോനെ, എങ്ങനെയാണ് ആ തള്ളയോട് റാണിയുടെ കാര്യം പറയുന്നത്? എനിക്ക് ആ തള്ളയെ പേടിയാ. അതേ ആണുങ്ങൾക്ക് ഇവിടെ ഒരു സാധനമുണ്ട്. നട്ടല്ലേ? അതവിടെ തന്നെയല്ലേ? പക്ഷേ അതിന് ബലം കുറവാണോന്ന് എനിക്ക് സംശയം. എന്റെ പൊന്നും മോനെ, ഈ കാര്യം നീ എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി തരണം. നമുക്ക് നീ ഒരു കാര്യം ചോദിച്ചാൽ മതി. അതിന് നമുക്ക് വഴിയുണ്ടാക്കാം. നിനക്ക് ഒരമ്മാവനില്ലേ? ഒരമ്മാനില്ലേ? രണ്ടമ്മാവനില്ലേ? അതിലൊരാൾ ചത്ത, മറ്റേ ചത്തന് സമ. നീ അതൊക്കെ വിട്. നീ ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഭംഗിയായി നടത്തി തരണം. ആദ്യമായിട്ട് നീ അവളെ കണ്ടപ്പോഴേ എന്നെ വേണ്ടായിരുന്നു. വീട്ടേ ഇപ്പൊ കാര്യം കാണാൻ വേണ്ടി എന്റെ അടുത്ത് വന്നിരിക്കുക. നീ അത് അത്ര സീരിയസ് ആയിട്ട് എടുക്കല്ലേ? നമ്മൾക്ക് ഫ്രണ്ട്സ് അല്ലേ? അതെ. ഒരു കാര്യം പറയട്ടെ, സത്യം പറയട്ടെ, ഈ കാര്യം നടത്തി തരാൻ നീ അല്ലാതെ എനിക്ക് വേറെ ആരും ഇല്ലടാ. ഓക്കെ ശരി, നീ വാ.